ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിക്കുന്ന ഇങ്ങനൊരു പുസ്തകമേള നടക്കുന്ന കാര്യം. അത് ലുലുവിലാണ് കേട്ടോ ആദ്യം നമ്മൾ ആലോചിച്ചത്. അപ്പോഴാണ് അറിഞ്ഞത് കോട്ടയത്ത് നടപ്പുണ്ട് ഒരു പ്രദർശനമേള. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ അങ്ങോട്ടാണ് പോയത് കേട്ടോ. അപ്പം ഈ തലേദിവസം വൈകിട്ടാണ് ഇവരെന്നെ വിളിച്ച് പറയുന്നത് ഇതുപോലെ പോകുന്നുണ്ട്, വരുന്നെങ്കിൽ വന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് ലീവൊക്കെ എടുത്ത് അങ്ങനെ ഇവരോടെ യാത്രയാവുമായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ കോട്ടയത്തെ പ്രദർശനമേള കഴിഞ്ഞിട്ട് നേരെ ലുലുവിലേക്ക് വിടുകയാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും സഹകരിക്കുകയും വേണം. പക്ഷെ നമ്മളെ ചേർത്ത് നിർത്തുന്നവരെ നമ്മളെപ്പോഴും കൂടെ നിർത്തണം. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ അതിൽ ഒരു കൂട്ടർ തന്നെയാണ് കേട്ടോ ഇവർ രണ്ടുപേരും. എന്നെ ഒരുപാട് ചേർത്ത് നിർത്തുന്ന രണ്ട് വ്യക്തികളാണ്. പിന്നെ ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഒരു കുറ്റിക്കാനും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെങ്കിലും പെട്ടെന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോയിട്ട് വരണത്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. ഇനി ഒരു സാഹചര്യം ഒത്തു കഴിഞ്ഞ് ഞങ്ങൾ ഉറപ്പായിട്ടും 1 ഡേ ടൂർ പോകുന്നതായിരിക്കും. കിട്ടുന്ന സമയം നമുക്ക് ആരുടെ കൂടെയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. താഴേക്ക് ചെന്നപ്പോൾ രേണുവിന് ഹൈദരാബാദി ബിരിയാണി മേടിച്ചേ പറ്റും. അങ്ങനെ പിന്നെ 1/2 കിലോ ഹൈദരാബാദി ബിരിയാണി മേടിച്ചുകൊണ്ടാണ് നമ്മൾ മേളിലേക്ക് പോകുന്നത്. ഫുഡ് കോർട്ടും കാര്യങ്ങളുമൊക്കെ. അപ്പം പിന്നെ അവിടെ മൊത്തം ഒന്ന് പരതി എന്ത് മേടിക്കണം എന്ന്. അപ്പം പിന്നെ കുറച്ച് മൊമോസും കാര്യങ്ങളും മേടിച്ചു. പിന്നെ നമ്മൾ ഇപ്പുറത്തുനിന്ന് ചിക്കൻ ബ്രോസ്റ്റഡും അതും എല്ലാം കൂടെ മേടിച്ചു കേട്ടോ. അപ്പം എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ഇത് 2 കൂട്ടം കഴിച്ചപ്പം തന്നെ നമ്മുടെ വയറ് ഏകദേശം നിറഞ്ഞു. പിന്നെ ഒന്നിനും കൊള്ളത്തില്ലാത്ത രീതിയിലേക്കായി പോയായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചു പോയി. ഹൈദരാബാദ് ബിരിയാണി ലാസ്റ്റായപ്പോൾ നമുക്ക് ആർക്കും വേണ്ട, പക്ഷേ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഈ ബ്രോസ്റ്റഡ് തിന്നതിനേക്കാളും മോമോസ് തിന്നതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ബിരിയാണിക്കായിരുന്നു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ നമ്മളിതാ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, കഴിക്കുകയൊക്കെ ചെയ്തു. കഴിച്ചിട്ട് പിന്നെ ആർക്കും അനങ്ങാൻ വയ്യ. പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പം അവിടെ എല്ലാത്തിനും ഇപ്പോൾ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ലുലുവിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മേടിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം മേളത്തെ സെക്ഷനിൽ കയറി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കി. പിന്നെ രേണുവിന് കൊച്ചിനൊക്കെ എന്തൊക്കെയോ വാങ്ങണമായിരുന്നു, അവരപ്പം അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അവിടുത്തും മേടിച്ചൊക്കെ ഇറങ്ങി. ഞാൻ കഥ പറഞ്ഞ് ഇങ്ങെത്തിയിട്ടും ഇവിടുത്തെ കഴിപ്പ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ആസ്വദിച്ച് കഴിക്കുവാണ്. പിന്നെ ഇതാ നമ്മൾ കൈ കഴുകാൻ കയറുന്നിടത്ത് കൈ ഉണക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ കോമഡിയൊക്കെ രേണു കാണിച്ചു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ രസമായിരുന്നു. ഇന്നത്തെ പോക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എപ്പോഴും സന്ധ്യസാർ എപ്പോഴും പറഞ്ഞ് നമുക്ക് കുറ്റിക്കാനൊക്കെ ഒന്ന് പോകണം, അവിടെ പോവാമെങ്കിൽ നല്ല രസമായിരിക്കും, അടിച്ചു പൊളിക്കാൻ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് വരാനുള്ള സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ പോയിട്ട് വരാത്തത്, പോകാൻ തയ്യാറാകാത്തത്. എനിക്കും രേണുവിനാണ് ബുദ്ധിമുട്ട്. സന്ധ്യസാറിൻ്റെ സമയം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സന്ധ്യസാറിൻ്റെ മക്കളും എല്ലാവരും വലുതായതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തിരിച്ച് വന്ന വഴി നമ്മൾ പാറക്കക്കടവിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ട്രിപ്പ് അങ്ങനെ അടിച്ചു